തനിയെ തേങ്ങുന്നിതാ ഇരുളിൽ പൊൻതാരകം ചിരിയിൽ വിരിയുമ്പോഴും പൊഴിയും ഈ ജീവിതം സന്ധ്യയും എരിയുന്നൊരു പകൽ നാളകം മഴനൂലുകൾ ഇഴനെയ്യുമീ കുളിരോർമ്മയും ഇനി നിന്റെയായി അറിയുന്നതും പറയാത്തതും നിറയും കാലം നിന്റെ കാന്തമൗനത്തിൻ നിറനിലാവിൽ ജീവിതം 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 വിദ്യാഭാരതി തന്റെ പൂർവ്വകാല ചരിത്രം നന്ദനയോട് പറയുന്നു. അച്ഛൻ മരിച്ചിട്ട് നാളെ 1 വർഷം തികയുന്ന ദിവസമാണെന്നറിഞ്ഞ് നന്ദന വിതുമ്പുന്നു. പനയ്ക്കൽ വീട്ടിലേക്ക് പോകാൻ രഘുനാഥനെയും പ്രതിഭയും ക്ഷണിക്കുന്ന നന്ദനയും വിദ്യാഭാരതിയും. പനയ്ക്കൽ വീട്ടിലെത്തുന്ന നന്ദന അച്ഛൻ ശിവരാമനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നു. അച്ഛന്റെ കുഴിമാടത്തിനരികിൽ നന്ദന, കൂടെ വിദ്യാഭാരതിയും. വീടിനകത്ത് കയറുന്ന നന്ദന തനിക്ക് പനയ്ക്കൽ വീട്ടിലുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. ഇനി തുടർന്ന് കാണുക. ഇതായിരുന്നു അച്ഛന്റെ മുറി. അച്ഛൻ്റെതായ ലോകം. അനുവാദം ചോദിക്കാതെ എപ്പ വേണമെങ്കിലും എനിക്ക് ഇതിനകത്ത് കയറാമായിരുന്നു. മോളെ, മറ്റുള്ളവരുടെ അതിസാമർഥ്യത്തിന് മുന്നിൽ എന്റെ മോള് വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. കാരണം പാഴായി പോകുന്നത് മോളുടെ മാത്രം ജീവിതമായിരിക്കും. അതിന് ഞാൻ അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്റെ പൊന്നുമോക്ക്? മോളെ, എന്താ ഇത്? ഒന്നുമില്ല. അമ്മ വാ. എല്ലാ ഓണത്തിനും ആ മരത്തിന്മേൽ അച്ഛനെ ഊഞ്ഞാലിട്ട് തരുമായിരുന്നു.
ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? അമ്മേ, എന്തു പറ്റി? ഉള്ളിൽ തിങ്ങി നിറഞ്ഞു വരിക നിന്റെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ. നിന്റെ അച്ഛനാകുന്നതിന് മുമ്പുള്ള ശിവരാമേട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ. തീരെ ചെറുപ്പമായിരിക്കുമ്പോ കാര്യസ്ഥൻ രാമൻ നായർ അമ്മാവന്റെ കൂടെ ഉദയന്നൂർ വരുമായിരുന്നു. മുതിർന്നപ്പോൾ വരാതായി. അപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ അടുത്തിരുന്നു. പക്ഷെ പുറത്തു വെച്ച് കാണുമായിരുന്നു. ഞാൻ കോളേജിൽ പോകുന്ന വഴിയിൽ കാത്തു നിൽക്കും. എന്നും ഉണ്ടാവും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ. ഒരു ദിവസം അത് സംഭവിച്ചു. ഞങ്ങൾ നാട് വിട്ടു. ശേഷമാ നാട്ടിൽ തിരിച്ചു വന്നത്. എന്നെ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ശിവരാമേട്ടൻ. എന്നിട്ടും തള്ളി പറയേണ്ടി വന്നു എനിക്ക്. കുടുംബത്തിന് വേണ്ടിയാണെങ്കിലും മഹാപാപമാണ് ഞാൻ ചെയ്തത്. എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവുക മനസ്സ്. ശിവരാമേട്ടൻ ജീവിച്ചിരുന്ന ഈ മണ്ണിൽ നിൽക്കാൻ പോലും
അർഹതയില്ലാത്തവളെ നിന്റെ അമ്മ. എന്താ അമ്മേ, ഒക്കെ എന്നോ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ഇനി സങ്കടപ്പെട്ടിട്ട് എന്താ? ഇന്നിവിടെ തങ്ങുന്നുണ്ടോ അതോ പോവോ? ഞങ്ങൾ പോവാ. അല്ല, സുമിത്ര താമസിക്കുന്നിടത്ത് കേറുന്നില്ലേ നിങ്ങള്? അത് ആ കനാൽ റോഡിലൂടെ പോയാ മതി. റോഡ് സൈഡിലാ വീട്. മനീഷിന്റെയും അനിലയുടെയും കാര്യങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഏറ്റവും ഇളയ കൊച്ചിന്റെ കാര്യ കഷ്ടം. അതെന്താ? അതിനെ കാണാനില്ലാന്ന്. അയ്യോ, ആ ബാംഗ്ലൂർ പഠിക്കായിരുന്നേ അമ്പിളി. 1 മാസമായി അമ്പിളിയെ പറ്റി ഒരു വിവരവും ഇല്ല. ആളുകൾ പലതും പറയുന്നുണ്ടേ. ഏതോ പയ്യന്റെ കൂടെ പോയെന്നാ കേട്ടത്. അന്വേഷണം നടക്കണുണ്ട്. എങ്ങനെ കഴിഞ്ഞ വീടാ, ഇപ്പൊ 4 വഴിക്കായി. വാമ്മേ ഇറങ്ങാം. മോള് പോയിട്ട് വാ, ഞാനില്ല. അതെന്താ? അമ്മ വാ. വെറുതെ എന്തിനാ കുട്ടി, നീ ചെല്ലേ. വാമ്മേ. മോളിറങ്ങി ചെല്ലേ, ഞാൻ വന്നേക്കാം. ചെല്ലേ ചെല്ലേ. ആരാ? മനീഷിന്റെ. അതെ, ആരാന്ന് മനസ്സിലായില്ല. എന്താ പേര്? ലൈല. എവിടെ മറ്റുള്ളവരൊക്കെ? മനീഷേട്ടൻ കടയിൽ പോയി, അമ്മ അടുക്കളയിലുണ്ട്. ആരാന്ന് പറഞ്ഞില്ല. ഇവിടെ എല്ലാവരെയും അറിയുന്ന ഒരാളാന്ന് കൂട്ടിക്കോ. ആരാടി എവിടെ? അമ്പിളിയെ കാണാനാ ഞാൻ വന്നത്. എവിടെ അവള്? എന്റെ അനിയത്തിയെ കാണണമെന്ന്. എവിടെ അമ്മ അമ്പിളി? അമ്മയോ? അങ്ങനെ എന്നെ വിളിക്കാൻ നിനക്ക് ബുദ്ധിമുട്ട് കാണുമല്ലോ. പനക്കിലെന്ന് പൊടിയും തട്ടി ഇറങ്ങിപ്പോയതാ. എന്നിട്ടിപ്പോ വന്നിരിക്കുന്നു അനിയത്തിയെ കാണണമെന്ന്. എനിക്കറിഞ്ഞുകൂടാ അമ്പിളി എവിടെയാണെന്ന്. ഇവിടെ ആരുടെ കാര്യം എനിക്കറിഞ്ഞൂടാ. അന്വേഷിക്കുന്നില്ലേ? ഇല്ലെങ്കിൽ നീ പോയി കണ്ടുപിടിച്ചോണ്ട് വരുവോ?
എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ എന്ത് ചെയ്യണം? പൊട്ടിച്ചിരിക്കണം? നിന്നെ കണ്ട് തുള്ളിച്ചാടണോ? പോയിട്ട് ഇത്രയും നാളായി, ഇതുവരെ കുടപ്പുറപ്പുകളുടെ കാര്യം നീ അന്വേഷിച്ചിട്ടില്ല. നിന്റെ വാലെ തൂങ്ങി നടന്ന പെണ്ണ അമ്പിളി, അവളെ പോലും നീ ഒന്നും വിളിച്ചിട്ടില്ല. വരണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചതാ. അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ന് കരുതിയാ. ആ, എന്റെ ഇഷ്ടം നോക്കിയാണല്ലോ നീ എല്ലാം ചെയ്തത്. അതൊന്നുമല്ല, സുഖവും സൗകര്യവും കിട്ടിയപ്പോ കഴിഞ്ഞതെല്ലാം അങ്ങ് മാറുന്നു. അങ്ങനെ മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഞാൻ പനിക്കൽ അനുഭവിച്ചെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? ഒരുപക്ഷെ അത് ഏറ്റവും നന്നായി അറിയാവുന്നത് അമ്മയ്ക്ക് തന്നെയാ. അത്രയ്ക്ക് വലിയ എന്തനുഭവം നിനക്ക് പനിക്കലുണ്ടായത്? ഉണ്ണാനും ഉടുക്കാനുള്ള വക കിട്ടിയിരുന്നില്ലേ? പഠിക്കാൻ വിട്ടില്ലേ? പിന്നെന്താ ഇത്ര കടുപ്പിച്ച് പറയാൻ? പറയാനാണെങ്കിൽ പലതും ഉണ്ട്. അതിനല്ല ഞാൻ വന്നത്, വഴക്ക് കൂടാനും അല്ല. പിന്നെ നിന്റെ ഈ പത്രാസും വില കൂടിയ കാറും എന്നെ കാണിക്കാനാ? നീ കോലോത്തെ കൊച്ചുതമ്പുരട്ടെയാണെങ്കിൽ അത് നിനക്ക് കൊള്ളാം. കല്യാണം കഴിഞ്ഞു എന്ന് കേട്ടു. എന്നിട്ടും ആരെയും കൂടെ കാണുന്നില്ലല്ലോ. അവൻ ഉപേക്ഷിച്ചു പോയോ? അതോ നീ അവനെ ഉപേക്ഷിച്ച് ഇങ്ങി പോന്നോ? ഇതുവരെ ആരും ആരെയും ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. മാനമര്യാദയായിട്ട് ജീവിക്കാൻ നോക്ക്. സുമിത്രയെ പറ്റി പറഞ്ഞിട്ടുണ്ട് നന്ദന്. പറഞ്ഞതെന്താണെന്ന് ഞാൻ ഊഹിക്കുന്നു. ഒരിക്കലും നല്ലതായിട്ടല്ലാന്ന് ഉറപ്പാ. ഇവള് പറഞ്ഞു കേൾപ്പിച്ചതിലും കൂടുതലാണെന്ന് ഞാനെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ചായ എടുക്കട്ടെ അമ്മേ? ചായയോ? ആർക്ക് കൊടുക്കാനടി? ഇവരൊക്കെ കോലോത്തെ ആൾക്കാരാ. ഇവിടുന്ന് ചായ കുടിക്കാൻ വന്നതല്ല. നീയോട്ട് സൽക്കരിക്കുകയും വേണ്ട. ആങ്ങളയുടെ ഭാര്യ. ഭാര്യ? നീയേ ഇവിടെ ബന്ധമൊന്നും ഉണ്ടാക്കി തരണ്ട. നന്ദന് പറഞ്ഞിട്ടുണ്ട് സുമിത്രയുടെ രീതികളെപ്പറ്റി. എനിക്ക് സുമിത്രയുടെ വിരോധമൊന്നുമില്ല. ശിവരാമട്ടനെ സ്നേഹിച്ചും പരിചരിച്ചും ജീവിച്ച ആളല്ലേ. എനിക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയ ഭാഗ്യം സുമിത്രയ്ക്ക് കിട്ടി. ഭാഗ്യം? നിങ്ങൾ പെറ്റുപേക്ഷിച്ച ഇവളെ വളർത്താൻ കിട്ടിയതാണോ എന്റെ ഭാഗ്യം? അമ്മേ, എന്താ സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഒന്നും രണ്ടുമല്ല, 23 കൊല്ലവാ ഞാൻ നിങ്ങളുടെ മോളെ വളർത്തിയത്. എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. ഞാൻ പ്രസവിച്ച എന്റെ മക്കളെക്കാൾ ആ മനുഷ്യൻ സ്നേഹിച്ചത് ഇവളെയാണ്. നിങ്ങൾ പ്രസവിച്ചിട്ട് തള്ളിക്കളഞ്ഞ ഈ മോളെ. അമ്മ അതിനൊന്നും ഉത്തരവാദിയല്ലല്ലോ. എല്ലാത്തിനും ഉത്തരവാദി ഞാനാ. അതിന്റെ ഫലമാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്. നീ ശപിച്ചിട്ട് പോയതിൽ പിന്നെ എന്റെ കുടുംബത്തിന് ഒരു എഴുന്നേറ്റം ഉണ്ടായിട്ടില്ല. പിള്ളേരാരും രക്ഷപ്പെട്ടില്ല. എന്ത് പ്രാക്കാടി നീ പ്രാഗിട്ട് പോയത്? അമ്മേ, സുമിത്ര എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുക. നന്ദനിക്ക് നിങ്ങളുടെ വിരോധമൊന്നുമില്ല. നന്ദിയുണ്ട് താനും. വിരോധം ഉണ്ടെങ്കിലും എനിക്കൊന്നുമില്ല. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആരുടെയും ഔദാര്യവും സഹതാപവും ഒന്നും എനിക്ക് വേണ്ട. പിന്നെ നന്ദി, അത് തീരെ വേണ്ട. കഴിഞ്ഞതെല്ലാം മറന്ന് സ്ഥലം വിട്ട് പോയിട്ട് ഇപ്പൊ നന്ദിയും കൊണ്ട് വന്നിരിക്കുന്നു. മറന്നതാണെങ്കിൽ ഇപ്പൊ വീണ്ടും വരുമായിരുന്നോ? തള്ളയും കൊണ്ട് നീ വന്നത് എന്നെ കാണാനല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ ഇപ്പോഴീ നാട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം കുശലം അന്വേഷിക്കാൻ അവൻ വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ.
മറ്റവന്റെ കാര്യം തന്നെയാ പറഞ്ഞത്, ഹരിപ്രസാദിന്റെ. ഇവിടത്തെ ന്യൂസ് അറിയാൻ അവനെ നീയല്ലേ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എന്നിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത ഭാവത്തില് അമ്മയും മോളും കൂടി ഇറങ്ങിയിരിക്കുന്നു. നേരാ, പഴയ കഥകളൊന്നും നീ മറന്നിട്ടില്ലെന്ന് പറഞ്ഞത് 100% ശരിയാ. മോളുടെ ഇഷ്ടക്കാരന്റെ നാട്ടില് ഇവളെയും കൊണ്ട് കറങ്ങാൻ നിങ്ങൾക്ക് നാണമില്ലേ? എന്തൊക്കെയാ സുമിത്രി പറയുന്നത്? മനസ്സിൽ ഓർക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാ. മനീഷേ, എന്താ ഇവിടെ? കണ്ടില്ലേ, നീ തന്നെ ചോദിക്ക്. മനീഷ് എന്താ എന്നെ കണ്ടിട്ട് അറിയാത്ത പോലെ? വീട്ടിലാരോ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വേണ്ടപ്പെട്ടവരാരെങ്കിലും ആയിരിക്കുമെന്ന്. എന്താ മനീഷ് ഇങ്ങനെ? ഞാൻ നിനക്ക് വേണ്ടപ്പെട്ടവളല്ലേ? ഏതു വകയില്ല, അല്ലെങ്കിൽ ഏതർത്ഥത്തില്ല? ഒന്ന് ഓർത്തു നോക്കിയാൽ നിനക്ക് തന്നെ മനസ്സിലാവും. എന്നെ ആദ്യം ചേച്ചിന്ന് വിളിച്ചത് നീയാ, എന്റെ ആദ്യത്തെ കൂടപ്പറപ്പ്. ചോറ് വാരിത്തരാനും താരാട്ട് പാടി ഉറക്കാനും അന്ന് നിനക്ക് നന്ദേച്ചി മതിയായിരുന്നു. കുറെ എടുത്തോണ്ട് നടന്നതാ ഞാൻ. പനക്കിൽ ജോലിക്കുന്ന കല്യാണിയമ്മയും എന്നെ കുറെ എടുത്തുകൊണ്ട് നടന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവര് പക്ഷേ അതൊരു അവകാശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്താമ്മ ഈ വരവിന്റെ ഉദ്ദേശം? എന്നോടൊന്നും പറഞ്ഞില്ല. അതെ, ഞങ്ങൾ ഇവിടെ ഒതുങ്ങി ജീവിക്കുന്നവരാ. അങ്ങനെയങ്ങ് കഴിഞ്ഞോളാം. ആവശ്യമില്ലാത്ത സന്ദർശനങ്ങളൊന്നും വേണ്ട. നമുക്ക് പോവാം. പെറ്റുപേക്ഷിച്ച അമ്മയ്ക്ക് വളർത്തി വലുതാക്കിയ അമ്മയോട് ഒന്നേ പറയാനുള്ളൂ, നന്ദിയുണ്ട്. എന്റെ കുട്ടിയെ നന്നായി വളർത്തിയതിന്, ഒരു വീട് നോക്കി നടത്താൻ വേണ്ടതൊക്കെ ചൊല്ലിക്കൊടുത്തതിന്. എനിക്കാ നന്ദി വേണ്ടെങ്കിലും. എന്ത് കാണാമെന്ന് നിൽക്കുവാടി? പോയി ചോറ് വിളമ്പ്, എനിക്ക് വിശക്കുന്നു. വെറുതെ വേഷം കെട്ടുമായിട്ട് ഓരോരുത്തർ വന്ന് കയറിക്കോളും. ചോറുണ്ണാൻ എന്നെ വിളിക്കുന്നില്ലേ നീ? അതിന് നിങ്ങൾ എന്റെ ആരാ? ഒന്ന് പോകുന്നുണ്ടോ?